നിലാവിന്റെ പാലൊളിയിൽ കുളിച്ചു നിൽക്കുന്ന കൈലാസ പർവ്വതം. ആകാശത്ത് നക്ഷത്രങ്ങൾ വജ്രശോഭയോടെ മിന്നി തിളങ്ങുന്നു. ചുറ്റും മഞ്ഞു പുതച്ച മലനിരകൾ. തണുത്ത കാറ്റ് പതുക്കെ വീശുന്നുണ്ടെങ്കിലും അവിടുത്തെ അന്തരീക്ഷത്തിന് ഒരു പ്രത്യേക പുണ്യം കലർന്ന ഗന്ധമായിരുന്നു. ആ നിശബ്ദമായ രാത്രിയിൽ പ്രപഞ്ചത്തിന്റെ നാഥനായ മഹാദേവൻ ധ്യാനത്തിലിരിക്കുകയാണ്. അവിടുത്തെ തൊട്ടരികിൽ പൂർണ്ണ ചന്ദ്രനെ പോലെ പ്രകാശിക്കുന്ന മുഖവുമായി മാതാ പാർവതി ഇരിക്കുന്നു. പ്രപഞ്ചം മുഴുവൻ ഉറങ്ങുമ്പോഴും ജഗത് പിതാവും ജഗത് മാതാവും തമ്മിലുള്ള ആ ആത്മബന്ധം അവിടെ പ്രകാശിച്ചു നിന്നു. പെട്ടെന്നാണ് മാതാ പാർവതിയുടെ കണ്ണുകൾ ഭഗവാന്റെ കഴുത്തിലെ ആ തലയോട്ടി മാലയിൽ ഉടക്കിയത്. ലോകത്തിന് മുഴുവൻ മംഗളം ചൊരിയുന്ന ഭഗവാൻ ശിവൻ എന്തിനാണ് ഇത്ര ഭയാനക രൂപമുള്ള തലയോട്ടികൾ മാലയായി ധരിക്കുന്നത്? ദേവിയുടെ ഉള്ളിൽ ഒരു സംശയം ഉണർന്നു. മാതാ പാർവതി മെല്ലെ ഭഗവാൻ ശിവനോട് ചോദിച്ചു, പ്രിയനാഥ, അവിടുന്ന് കരുണാമയനാണ്, സർവ്വചരാചരങ്ങൾക്കും മംഗളം നൽകുന്നവനാണ്. എന്നാൽ അവിടുത്തെ കഴുത്തിലെ ഈ അസ്ഥിമാല എന്നെ അത്ഭുതപ്പെടുത്തുന്നു. ഭയപ്പെടുത്തുന്ന ഈ രൂപങ്ങൾ അണിയുന്നതിന്റെ പിന്നിലെ രഹസ്യം എന്താണ്? മഹാദേവൻ പ്രസന്നമായ ഭാവത്തോടെ ദേവിയെ നോക്കി പുഞ്ചിരിച്ചു. അവിടുന്ന് ശാന്തമായി മറുപടി പറഞ്ഞു, ദേവി പാർവതി, ലോകം ഇതിനെ ഭയത്തോടെ കാണുന്നുണ്ടാകാം, എന്നാൽ ഇത് വെറും അസ്ഥികളല്ല, പ്രപഞ്ച സൃഷ്ടികർത്താവായ ബ്രഹ്മാവിന്റെ ശിരസുകളാണിവ. അത്ഭുതത്തോടെ മാതാ പാർവതി ചോദിച്ചു, സൃഷ്ടികർത്താവായ ബ്രഹ്മാവിന്റെയോ? ജനന മരണങ്ങൾക്ക് അപ്പുറമുള്ള ബ്രഹ്മാവിന് എങ്ങനെ മരണം സംഭവിക്കും? മഹാദേവൻ മറുപടി നൽകി, ദേവി, പ്രപഞ്ചം ഒരു വലിയ കാലചക്രമാണ്. ജനിക്കുന്ന എന്തിനും ഒരു അവസാനമുണ്ട്. ഓരോ കൽപ്പത്തിന്റെ അവസാനത്തിലും പ്രപഞ്ചം മുഴുവൻ എന്നിൽ വന്ന് ലയിക്കുന്നു. ആ സമയത്ത് ബ്രഹ്മാവിനും തന്റെ ശരീരം വെടിയേണ്ടി വരുന്നു. ഓരോ യുഗത്തിലും പുതിയ ബ്രഹ്മാക്കൾ ജനിക്കുന്നു. അങ്ങനെ കടന്നുപോയ ബ്രഹ്മാക്കളുടെ ശിരസുകളാണിവ. എന്നിട്ടും അവിടുന്ന് എന്തിനാണിത് കഴുത്തിൽ അണിയുന്നത്? ദേവി വീണ്ടും അത്ഭുതത്തോടെ ചോദിച്ചു. മഹാദേവൻ ആ രഹസ്യം മാതാ പാർവതിയോട് വെളിപ്പെടുത്തി. സൃഷ്ടികർത്താവായ ബ്രഹ്മാവിനോടുള്ള ആദര സൂചകമായാണ് അദ്ദേഹത്തിന്റെ ഈ തലയോട്ടികൾ ഞാൻ മാലയായി അണിയുന്നത്. ഓരോ പ്രളയത്തിന് ശേഷവും പ്രപഞ്ചം ഇല്ലാതാകുമ്പോൾ പഴയ സൃഷ്ടിയുടെ ഓർമ്മയ്ക്കായി ഞാൻ ആ ശിരസുകൾ മാലയിൽ കോർക്കുന്നു. ജനനവും മരണവും മാറ്റമില്ലാത്ത സത്യമാണെന്നും എല്ലാം ഒടുവിൽ എന്നിൽ വന്ന് ചേരുമെന്നും ഈ മാല ലോകത്തെ ഓർമ്മിപ്പിക്കുന്നു. ഇത് വിനാശത്തിന്റെ അടയാളമല്ല, മറിച്ച് പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന്റെയും ബഹുമാനത്തിന്റെയും അടയാളമാണ്. മഹാദേവന്റെ വാക്കുകൾ കേട്ടപ്പോൾ മാതാ പാർവതിയുടെ സംശയം മാറി. ഭയത്തിനു പകരം ഭഗവാന്റെ ആഴമേറിയ സ്നേഹവും പ്രപഞ്ച സത്യവും ദേവിക്ക് ബോധ്യമായി. ആ ശിരസുകൾ ഓരോന്നും പ്രപഞ്ച ചരിത്രത്തിലെ ഓരോ അധ്യായങ്ങളാണെന്ന് മാതാ പാർവതി തിരിച്ചറിഞ്ഞു. ഈ ലോകത്ത് മാറ്റങ്ങൾ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കും. സൃഷ്ടിയും സംഹാരവും ഒരേ നാണയത്തിന്റെ രണ്ടു വശങ്ങളാണ്. എന്നാൽ പരമാത്മാവായ മഹാദേവൻ എല്ലാ മാറ്റങ്ങൾക്കും സാക്ഷിയായി അനശ്വരനായി എന്നും നിലകൊള്ളുന്നു. നാം ഭയപ്പെടുന്ന മരണം പോലും പ്രപഞ്ചത്തിന്റെ സ്വാഭാവികമായ ഒരു പരിണാമം മാത്രമാണെന്ന് ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നു. മഹാദേവൻ മാതാ പാർവതിയുടെ സംശയം മാറ്റിയ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. ഓം ഗൗരി ശങ്കരായ നമഃ. ഹർ ഹർ മഹാദേവ്.